ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവൻ പറയും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെള്ള ഷർട്ട് മുണ്ടും മാറി ഞാനിരിക്കും. ഇപ്പൊ വീഡിയോക്ക് മാത്രമേ അതെ. അപ്പൊ അത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അതിന് ശ്രമിക്കണം നമ്മൾ. അവർ കുത്തിവെക്കാൻ വരുമ്പോൾ സഞ്ചിയും പിടിച്ച് വെറ്റിനറിയുന്ന ആൾക്കാർ അവർ വരുമ്പോൾ നമ്മൾ പറയും ഇപ്പൊ വേണ്ട. കാരണം എന്താണ്, ഇവിടെ പാല് കുറയും, 2 ദിവസം പാല് കുറയുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ അവർ കണക്കാക്കുന്നില്ല. ഒരു പശുഫാം ആകുമ്പോൾ ലാഭം മാത്രമല്ല നഷ്ടം ഉണ്ടാവുക. നഷ്ടം ഉണ്ടായാലും അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറുള്ള അഷ്റഫിക്കയുടെ പശുഫാമിലാണ്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ പശുഫാമിലെ കുറച്ചധികം പശുക്കൾ ചത്തുപോയി. എന്തുകൊണ്ടാണ് ഈ പശുക്കൾ ചത്തുപോയതെന്നും ഉണ്ടായ നഷ്ടത്തെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതുമാത്രമല്ല ഈ ഫാം ലാഭത്തിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇക്ക നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇക്കടെ പശുക്കൾ ചത്തുപോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാ. എന്ത് സംഭവിച്ചേ? ഇവിടെ കഴിഞ്ഞ ഏപ്രിൽ 1 ആ തൊഴുത്ത് ഫുള്ളായിട്ട് ഇക്കടെ വീട് ഞങ്ങൾ ചെയ്തിരുന്നതാണ്. അപ്പൊ അടിപൊളിയായിട്ട് ഫാം മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ചും ചെയ്തല്ലേ? ഒരു 50 പശുക്കളോളം അന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ 50 പശുക്കളോളം ഏവറേജ് ഏകദേശം ഉണ്ട്. കുട്ടികൾ വേറെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഫാം നടന്നു പോയി, കുഴപ്പമില്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ നിറച്ച് പശുക്കൾ നിൽക്കുമ്പോൾ ഏപ്രിൽ 10-ാം തീയതി ഒരു പശു പെട്ടെന്ന് ജസ്റ്റ് നമ്മൾ നോക്കി നിൽക്കല കാല് കുഴഞ്ഞു വീണു. എന്താ സംഭവം? അത് അല്ല, അപ്പം നമുക്ക് പിടുത്തം കിട്ടില്ല. കാല് കുഴഞ്ഞു വീണു. ഒരല്പം കഴിഞ്ഞു സാധനം വയറ് വന്ന് വീർക്കാൻ തുടങ്ങി. വയറ് വന്ന് വീർത്തു, ചത്തു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വല്ല തീറ്റയിൽ വന്ന് ഇൻഫെക്ഷൻ അതിന് എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങളോ പിന്നെ നമ്മളതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക് നമ്മളപ്പോൾ തന്നെ അതിനെ കുഴിച്ചിട്ടു. അത് ഏപ്രിൽ 1-നാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ സമാനമായ രീതിയിൽ വേറൊരു പശുവിന് വന്നു. അങ്ങനെ അതും നമ്മൾ പുറത്തേക്ക് ഇറക്കി വേണ്ട ചികിത്സകൾ ചെയ്യാൻ വേണ്ടി നോക്കി, സർജനെ കാണിച്ചു. അവർക്കും ഒരു പെട്ടെന്നൊരു പിടുത്തം, ഒരു എന്താ വെച്ചാൽ എന്താണെന്ന് തീരുമാനിക്കാനുള്ളൊരു അവർക്ക് പറ്റിയില്ല. കാരണം ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് തീറ്റയിൽ എന്തോ പ്രശ്നം വരുന്നുണ്ട്, തീറ്റയിൽ കംപ്ലീറ്റ് ഒന്ന് മാറ്റി നോക്കണം. പുതിയ വൈക്കോല് വരുന്നുണ്ട്, ഈ പുതിയ വൈക്കോല് മാറ്റി നോക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ വൈക്കോലിൽ കണ്ടമാനം കെമിക്കൽ അടിച്ചിട്ട് വരുന്നത്. ചിലത് സാധാരണ കെമിക്കൽ അടിക്കാത്ത വൈക്കോല് ഇല്ല. അതെ അതെ, അങ്ങനത്തെ വൈക്കോല് ഇല്ല. അപ്പോൾ വൈക്കോല് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ, നമ്മളെ വെള്ളം, ഇതിലേതെങ്കിലും ആവുമെന്നുള്ളൊരു നിഗമനത്തിലാണ് ഡോക്ടേഴ്സ് എത്തിയത്. 2 അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ കംപ്ലീറ്റ് മാറ്റി. പിന്നെ ഇവിടെ നമ്മൾ സാധാരണ റുട്ടീനായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി. അതുകൊണ്ടാവുന്നുള്ളത്. ഇതൊക്കെ മാറ്റം വരുത്തി. പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോണ്ട് ഒരു വയസ്സായ ഒരു പശുക്കുട്ടി ഉണ്ടായി. ഇതും സമാനമായ രീതിയിൽ കാല് കുഴഞ്ഞ് വീഴുക. ഏകദേശം ഒരു 12 മണിക്കൂർ എത്തുമ്പോൾ വാക്സിനൊക്കെ അടിക്കും. വാക്സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യും, മരുന്ന് കൊടുക്കും. ഇതിനോടൊന്നും അതിൻ്റെ ബോഡി പ്രതികരിക്കുന്നില്ല. അത് സമാനമായ രീതിയിൽ അതും ചത്തു. അപ്പം 3 ചത്തു. അപ്പോൾ പിന്നെ ഡോക്ടർമാർക്ക് ഇത് എന്താണെന്നുള്ളത് അറിയാനുള്ള ഒരു ഇതായി. അങ്ങനെ അവിടെ വലപ്പാട് ഗവൺമെൻറ് വെറ്റിനറിയിലെ ജെറിസാറ് വന്നു. അവിടുത്തെ നൈറ്റ് ഡോക്ടർ ഉണ്ട്, അവർ വന്നു നോക്കി. അതിന് വേണ്ട മരുന്നുകൾ കുറേ ചെയ്തിട്ട് ഇതെന്താണ് അസുഖം എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പശുക്കുട്ടീനെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കില്ല. അതേസമയം തന്നെ ഡോക്ടറുള്ള സമയത്ത് തന്നെ വേറൊരു പശു വീണു. ഇതേപോലെ തന്നെ ഇങ്ങനെ കാല് കുഴഞ്ഞ് അങ്ങനെ വീണ്. ഈ സാധനം വീണ് ഇതായപ്പോൾ പ്രശ്നമായി. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കിത് എന്താണെന്ന് അറിയാണ്ട് ഇനി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, എന്താണ് അസുഖം എന്നുള്ളത് നമുക്കറിയണം. അങ്ങനെ ഏറ്റവും ഇതായി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 എണ്ണം നമ്മുടെ ചത്തു. 8 പശു ഒക്കെ ഹൈബ്രിഡ് പശുക്കളാണ്. ഉൽപാദന ശേഷിയുള്ള പശുക്കളും കുട്ടികളും ചത്തു. ഒക്കെ അവിടെ ഒക്കെ ആയിട്ട് പൊട്ടപ്പെട്ട ഒരാഴ്ചക്കുള്ളിലാണ് ഈ പറഞ്ഞത്. ആ തൊഴുത്ത്, ഇപ്പം ഈ കാണുന്ന തൊഴുത്ത് ഇത്രയും ഞങ്ങൾ കാലിയാക്കിയത് അവസാനം നമ്മൾ ഒരു പശുവിനെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്. അതിന് നമ്മളൊരു റിട്ടയർഡ് ഡോക്ടർ, സന്തോഷ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നല്ല മിടുക്കനായിട്ടുള്ള ഡോക്ടർ, നമ്മളായിട്ട് വളരെയധികം സഹകരിക്കുന്ന ഡോക്ടർ. അതേപോലെ തന്നെ വെറ്റിനറി സർജൻ, നമ്മുടെ വെറ്റിനറി വലപ്പാട് വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ഒക്കെ നല്ല നമ്മളോട് നമ്മൾ ഈ പ്രയാസങ്ങൾ കണ്ടപ്പോൾ അവർ വളരെയധികം ഊർജ്ജസ്വലരായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് കുരലടപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇപ്പോൾ ഒരു ഫാമിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം, ഒരു ഫാം തകർക്കാൻ കഴിയാവുന്ന, അതായത് ഒരു വെറ്റിനറിയിലെ മെയിൻ ഡോക്ടറോട് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇങ്ങനെ പെട്ടെന്ന് പശുക്കൾ ചത്ത് വീണ്. ഡോക്ടർ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് ആ ഡോക്ടറോട് ചോദിക്കുന്നത്, ഈ ഡോക്ടർ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ചോദിക്കുന്നത് എത്ര പശുക്കളുണ്ട്? ഇവിടെ ഒരു 19 പശുക്കളുണ്ട്. ആ ഫാമിൻ്റെ കാര്യം തീരുമാനമായി. പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു അസുഖമാണ്. കാരണം ഈ വാക്സിൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ രോഗം കണ്ട് വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ആ വാക്സിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ
12-15 ദിവസം പിടിക്കും, കുറച്ച് സമയം എടുക്കും. അതെ. സമയമെടുക്കും. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പോകും. പക്ഷെ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇപ്പം ഈ നിൽക്കണതൊന്നും പോയില്ല. കുറച്ച് പശുക്കളെ ഞങ്ങൾ മാറ്റി ഇതാക്കി നിർത്തി. ആദ്യം ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഒരു പ്രൈവറ്റ് ലാബിൽ കൊടുത്തു. അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ വീഡിയോ ഒരു പ്രൈവറ്റ് ലാബിൽ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിലൊക്കെ ഒന്നും നെഗറ്റീവ് ഇല്ല, അല്ല പോസിറ്റീവ് ഇല്ല, ഒക്കെ നെഗറ്റീവ്. സാധാരണ രീതിയിലുള്ള തൈലേറിയ ഇല്ല, അനാപ്ലാസ് ഇല്ല, കുരലടപ്പനില്ല, വേറെ ബ്ലഡിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചൂടിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളെ കാണിക്കുന്നുള്ളൂ, ഒന്നുമില്ല. അങ്ങനെ ഈ സന്തോഷ് ഡോക്ടർ പറഞ്ഞു ഇത് ശരിയല്ല, ഈ ലാബിൽ വേറെ കൊടുക്കണം നമുക്ക്. അങ്ങനെ ഇരിങ്ങാലും കൂടെ ലാബിൽ കൊടുത്തപ്പോൾ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് വരുന്നത് ഇത് ഇന്ന അസുഖം എന്ന് അറിഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ വാക്സിൻ എല്ലാ വെറ്റിനറി ഇതിലും ഉണ്ടാവില്ല. ഒരു പീരീഡിൽ ഈ വാക്സിൻ വരുള്ളൂ. ഒരു കൊല്ലത്തിൽ ഒരു സമയം ഉണ്ടാകും. അതായത് ഈ ചർമ്മമുഴ, ഈ കുളമ്പ് രോഗം, കുരലടപ്പൻ, ഇതിന് വാക്സിൻ വരുന്നുണ്ട്. ഗവൺമെൻറ് വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഭൂരിഭാഗം ഫാമുകാർ ഇത് കുത്തിവെക്കില്ല. ഞാനടക്കം അവര് കുത്തിവെക്കാൻ വരുമ്പോ സഞ്ചിയും പിടിച്ച് വെറ്റിനറിയുന്ന ആൾക്കാർ അവർ വരുമ്പോ നമ്മൾ പറയും ഇപ്പൊ വേണ്ട. കാരണം എന്താണ് ഇവിടെ പാല് കുറയും, 2 ദിവസം പാല് കുറയുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ അവർ കണക്കാക്കുന്നില്ല. അപ്പൊ ഈ വാക്സിൻ ചെയ്യാൻ ഒരുവിധ ഫാമുകാരും തയ്യാറാവില്ല. ഈ 2-3 ദിവസം പാല് കുറയുന്ന ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ട് തയ്യാറാവില്ല, ഞാൻ ഉൾപ്പെടെ. അപ്പൊ ഈ 2 ദിവസം പാല് ഷോർട്ടേജ് വരുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോഴും അത് പരമാവധി ചില ഫാമരൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോരുന്നവരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഇത്ര 10-40 പശുക്കൾക്കൊക്കെ ഈ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഒരു 2 ലിറ്റർ പാല് വെച്ച് കുറഞ്ഞാൽ 80 ലിറ്റർ പാലിന്റെ ഷോർട്ടേജ് വന്നു. പൈസ കുറവിട്ട് ആ ദിവസത്തെ പാലില്ലാണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളും വരുമല്ലോ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമർ അതിനൊന്ന് വിസമ്മതിക്കും. ഇതൊരു പീരീഡ്, ഒരു സമയത്തിന് ഈ വാക്സിൻ വരുന്നുള്ളൂ. പിന്നീട് അവരോട് പറഞ്ഞാൽ അവർ വരില്ല. ഇത് ഫ്രീ ആയിട്ട് 5 പൈസ ചെലവില്ലാണ്ട് അവിടുത്തെ എല്ലയും അവിടുത്തെ ഏതെങ്കിലും ഒരു അസിസ്റ്റന്റും കൂടി വന്ന് നമ്മുടെ പശുക്കളിൽ കുത്തിവെക്കും. ഒരു ബുദ്ധിമുട്ടുമില്ല. ചിലപ്പോൾ 2 ദിവസത്തെ പാല്, ചിലപ്പോൾ കുറയാലും 3 ദിവസത്തെ പാല് കുറയും. ആ ഒരു പേടി വെച്ചിട്ട് ആരും വാക്സിൻ എടുക്കില്ല, ഞാൻ ഉൾപ്പെടെ. ഞാനും ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വലപ്പാട് വരുന്ന ആൾക്കാർ വന്നപ്പോഴും ഞാൻ ചെയ്തില്ല. അതിന്റെ ദുരന്ത ഫലം അനുഭവിച്ചു. നിർബന്ധമായിട്ടും വാക്സിൻ ആയതൊക്കെ ഉണ്ട്, അത് എടുക്കണം. നമ്മൾ പുതിയ പശുക്കൾ മേടിക്കുന്നുണ്ടെങ്കിൽ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി പശു കയറുമ്പോൾ മറ്റുള്ളവരും പകരാൻ സാധ്യതകൾ കൂടുതലുണ്ട്. ഇപ്പൊ ഡോഗൊക്കെ മേടിക്കുമ്പോൾ, നായൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇടുന്നുണ്ട്, വാക്സിൻ സർട്ടിഫിക്കറ്റ്. അതേപോലെ നമ്മൾ പശു മേടിക്കുമ്പോൾ ആ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ വർഷത്തിൽ ചെയ്യുന്ന വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇനി ചോദിക്കണം എന്നുള്ളത് ഇപ്പൊ എന്റെ അനുഭവത്തിൽ. പണി കിട്ടിയ ഒരു രക്ഷയില്ല. ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ ഒരാളുടെ മുന്നിൽ ചാടിയിട്ടോ ഒരു കാര്യമില്ല. പോണത് നമ്മളെ മുതൽ പോകും. തീർച്ചയായിട്ടും വാക്സിൻ എടുത്തോ. അതായത് ഇപ്പൊ പുതിയ പശുക്കൾ നമ്മൾ കൊണ്ടുവരുമ്പോ, നാട്ടിൽ നിന്ന് പശുക്കൾ മേടിക്കുമ്പോൾ നമ്മൾ ആ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള വെറ്റിനറിയിൽ പോയിട്ട് ചോദിക്കണം, ഈ വാക്സിൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഈ ഇന്ന അടുത്ത് ഞാൻ പശു മേടിച്ചിട്ടുണ്ട്, അതിന്മേൽ ടാഗ് ഉണ്ടാവും. ആ ടാഗ് നമ്പർ വെച്ചിട്ട് അടിച്ചാൽ അവർക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അന്വേഷണം ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് പഴയ പോലെ പശുക്കൾക്ക് 30,000-40,000 അല്ല, ലക്ഷങ്ങളാണ് വില. ക്ഷീര കർഷകൻ തകരാൻ വേറെ എവിടെയും പോകണ്ട. 8 പശു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് പ്രവാസികൾ ഇപ്പൊ നമ്മളാ വീഡിയോ കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞ എത്രയത് മസിലെ ചെയ്ത് 8 മാസം 8 മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തു. നമ്മുടെ നിറഞ്ഞു നിൽക്കുന്ന ഫാമും അതിന്റെ സെറ്റപ്പും ലാഭകരമായിട്ടുള്ള ഫാം എന്നുള്ള നിലയ്ക്ക് ചെയ്തു. ഇത് നഷ്ടത്തിൽ ഓടുന്ന ഫാമിനെ കുറിച്ച് ഒരാളും പറഞ്ഞതായിട്ട് നിങ്ങളടക്കം കണ്ടിട്ടില്ല. അപ്പൊ ഭൂരിഭാഗം പ്രവാസികൾ വാച്ച് ചെയ്യുന്നത് ഈ യൂട്യൂബാണ്. കാരണം അവരുടെ മനസ്സിലൊരു ഫാം തുടങ്ങുന്ന ആഗ്രഹം വന്നാൽ അവൻ നോക്കുന്നത് കംപ്ലീറ്റ് യൂട്യൂബുകൾ, പശു മേടിക്കുന്നത്, പശു കൊടുക്കുന്ന സ്ഥലം, പശുവിന്റെ മാർക്കറ്റ്, അതെങ്ങനെ ലാഭകരമായിട്ട് നടത്തുന്നതൊക്കെ യൂട്യൂബിൽ നിന്ന് അവൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഭൂരിഭാഗം ഫാം നടത്തുന്ന ആൾക്കാരും പറഞ്ഞാൽ ഞങ്ങൾ ലാഭത്തിലാണ്, നഷ്ടങ്ങളൊന്നുമില്ല, ഇത്ര രൂപ ദിവസം കിട്ടുന്നുണ്ട്, ചാണം വിറ്റ് ഇത്ര കിട്ടുന്നുണ്ട്, മൂത്രം വിറ്റിട്ട് ഇത്ര കിട്ടുന്നുണ്ട്. ഇതിനെ നഷ്ടം ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലെ, നിങ്ങളുടെ അനുഭവത്തിൽ ആരെങ്കിലും പറഞ്ഞു? ഏതെങ്കിലും ഫാമുകാർ പറഞ്ഞിട്ടുണ്ട് നഷ്ടത്തിലാണ്? വളരെ ചുരുക്കം, വളരെ പറഞ്ഞു. ലാഭത്തിൽ ഓടുന്നതിന് അധികം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, നഷ്ടം പറയുന്നില്ല. ആ നഷ്ടം എങ്ങനെ സംഭവിക്കുന്നു? ഒരു ഒരു സാധാരണക്കാരൻ, ഒരു പ്രവാസി. ഇപ്പോൾ ഞാൻ ആ ഒരു വോയിസ് കേൾപ്പിച്ചു തന്നു. എനിക്ക് തോന്നുന്നു ആ യൂട്യൂബിൽ ആ വോയിസ് ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഒരു പ്രവാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നമുക്കൊരു ഫാം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അവന്റെ സ്വപ്നമാണ് അത്, അതിന് വേണ്ടി കാശ് ഒരു കൂട്ടി വെച്ചേക്കുള്ള അവൻ. അത് വെച്ച് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, കട സഹായം വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു. ഇത് എന്ത് സഹായം നമുക്ക് ചെയ്യാൻ പറ്റും? പശുവിനെ മേടിക്കാൻ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവൻ അതോടുകൂടി തകരുന്നു. കാരണം അവന്റെ ലൈഫിൽ അവൻ ഒപ്പിച്ച് വെക്കാവുന്ന പൈസകൾ ഒപ്പിച്ച് അവന്റെ എല്ലാ ചെലവുകളും ചുരുക്കി പിടിച്ച് ഒരു 10, 5, 10, 15 ലക്ഷം കൊണ്ടുവന്നിട്ടാണ് അവൻ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത്.
ഓക്കെ അവന്റെ ആയുഷ്കാലം അവന്റെ ലൈഫാണത്. ഓക്കെ പക്ഷെ ഇത് ഇങ്ങനെ ഇത് സംഭവിച്ചാൽ അവന്റെ അവസ്ഥ എന്താവും? അതെ, ഭയങ്കര വിഷമായിരിക്കും. വിഷമാവില്ല. കുറെ വർഷങ്ങളായി ഇതിലേക്ക് ഒരുപാട്. ഞാനിപ്പോ ഏകദേശം 45 വർഷമായി. 45 വർഷത്തിലിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. ചെറിയ ചെറിയ അസുഖങ്ങൾ വരും, കുളമ്പ് രോഗം അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർമാർ ഇതുകൊണ്ടൊക്കെ നമുക്ക് മാറി. ഇത് ഞാൻ വരെ തരിച്ചു പോയി. അപ്പൊ തുടക്കം ഈ ഒരു രോഗം വന്നപ്പോ എങ്ങനെയാണ് അതിന്റെ ലക്ഷണം? എങ്ങനെയായിരുന്നു ലക്ഷണം? പശുക്കൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന്, അതായത് വളരെ ചുരുങ്ങിയ സമയം. ഇപ്പോൾ ഉച്ചക്കാലത്ത് തീറ്റ കഴിക്കും പശു, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾക്കത് മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശു പെട്ടെന്ന് അത് സ്ഥിരമായിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് പോയി പെരുമാറുകയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളത്. പശു പെട്ടെന്ന് എത്ര നല്ല ഇപ്പം ഇതേപോലെ നിൽക്കുന്ന പശു ആയാലും പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പോവും. അതായത് മണിക്കൂറുകൾ കൊണ്ട് ഒട്ടിപ്പോവുകയും ചെയ്യും. നമുക്ക് തോന്നും ഇതിനെന്തോ ക്ഷീണം ഉണ്ടല്ലോ എന്ന് തോന്നി നമ്മൾ ഡോക്ടറെ വിളിക്കുന്നതിന് മുന്നേ സാധനം കിടന്നിട്ടുണ്ടാവും. കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ പൊക്കൽ എളുപ്പമല്ല. പൊക്കി ഇതെനിക്കില്ല, പിന്നെ എനിക്കില്ല എളുപ്പമല്ല. പിന്നെ ലിഫ്റ്റ് കൊണ്ടു പൊക്കലൊക്കെ ട്രസ്റ്റ് ചെയ്യലോ. പിന്നെ ഇതിനെ നമ്മൾ പൊക്കാന്ന് വിചാരിച്ചാൽ കൂടുതൽ ഇതിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ശ്വാസം കിട്ടാണ്ട് വരുന്നു. അപ്പൊ കൂടുതൽ നമ്മൾ അതിന് പൊക്കാനെ പിടിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ ഇതാവുമല്ലോ, അപ്പൊ പെട്ടെന്ന് ആവും. അതല്ലെങ്കിൽ ഒരു 12-13 മണിക്കൂറിനുള്ളിൽ, ഇപ്പൊ എന്റെ അനുഭവം വെച്ചിട്ട് ഇതൊക്കെ ചത്തത് 12 മണിക്കൂറിനുള്ളിലാണ്. അപ്പോൾ ഇപ്പൊ ഇതൊക്കെ വാക്സിൻ അടിച്ച കാരണം നമുക്ക് വലിയ പേടി. എല്ലാത്തിനും വാക്സിൻ അടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, വാക്സിൻ കിട്ടാതെ കണ്ട് നമ്മുടെ ഈ ഭാഗത്ത് എവിടെ വാക്സിൻ ഇല്ലാണ്ട് വേറൊരു സ്ഥലത്ത് വാക്സിൻ ഉണ്ടെന്ന് ഡോക്ടർ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി ആ വാക്സിൻ കൊണ്ടുവന്ന് അദ്ദേഹം വന്ന് എല്ലാത്തിനും ഇവിടെ കിടക്കുന്നുള്ള 45 എണ്ണത്തിനും വാക്സിൻ ചെയ്തു. ഇത് നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പൊ ബ്ലഡ് ചെക്ക് ചെയ്യാന്നുള്ളതിന്റെ പ്രാഥമികമായ കാര്യം. പോസ്റ്റ്മോർട്ടം ചത്ത് കഴിഞ്ഞിട്ടല്ല പറ്റും. പിന്നെ പ്രാഥമികമായിട്ട് കുട്ടികൾക്ക് ചെയ്യാവുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിലെത്ര അനപ്ലാസ് ഉണ്ടോ, തൈലേറിയ ഉണ്ടോ, കുരലടപ്പനുണ്ടോ എന്നൊക്കെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാം. ഈ പ്രൈവറ്റ് ലാബുകാരാണ് അന്ന് നമ്മളെ ബ്ലഡ് കൊണ്ടുപോയത്. അതിലൊക്കെ നെഗറ്റീവ് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ചെറിയ ചെറിയ വിഷയങ്ങൾ, ആ സാധാരണ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴികെ വേറെ ഒന്നും കാണിച്ചിരുന്നില്ല. അപ്പോഴും ഈ ഞാനീ പറഞ്ഞ സന്തോഷ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് റിസൾട്ട് കറക്റ്റ് അല്ലല്ലോ, നമുക്കൊന്നുകൂടി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സ്ലൈഡ് തന്നെ മേടിക്കാം. മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സ്ലൈഡ് ഉണ്ട്. ഇത് തന്നെ നമുക്ക് കിട്ടില്ല, ലാബുകളിലെ കിട്ടുള്ളൂ, മെഡിക്കൽ ഷോപ്പിനൊന്നും മേടിക്കാൻ കിട്ടുന്നില്ല. അന്ന് രാത്രി ഞങ്ങൾക്ക് ആ സ്ലൈഡ് കിട്ടിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ രാത്രി എവിടെ നിന്നോ പോയി സ്ലൈഡൊക്കെ മേടിച്ചിട്ടുണ്ട്. അന്ന് ഇവരെല്ലാവരും ബ്ലഡ് എടുത്തു. കൂടുതൽ പ്രശ്നം കാണിക്കുന്നവരെ ബ്ലഡ് എടുത്തിട്ട് പിറ്റേ ദിവസം ഇരിങ്ങാലക്കുട വെറ്റിനറിയിൽ ലാബുണ്ട്. ഞായറാഴ്ച ആയിരുന്നു. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് റിസ്കിൽ സ്റ്റാഫിനെ വരുത്തി ഈ ബ്ലഡ് നോക്കി റിസൾട്ട് വന്നപ്പോൾ സംഗതി പിടുത്തം കിട്ടിയപ്പോൾ പിന്നെ അടുത്തത് വാക്സിൻ ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിന് മരുന്ന് ചെയ്യാൻ മറ്റേ സാധാരണ ആൻറ്റിബയോട്ടിക് പറ്റില്ല. ആൻറ്റിബയോട്ടിക് വന്നു കഴിഞ്ഞാൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ പോയിട്ട് വാക്സിൻ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആണ് ഇതിന് വാക്സിൻ ചെയ്ത്. അതിന് ശേഷം ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് ഈ വാക്സിൻ ചെയ്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് പശുക്കളിലാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പോകേണ്ടതൊക്കെ പോകും. അപ്പോൾ ഏറ്റവും റിസ്ക്കുള്ള ഒരു ഫാമിനെ തൂത്ത് വെടുപ്പാക്കാവുന്ന ഒരു അസുഖമാണ് ഈ കുരലടപ്പൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വാക്സിൻ അടിക്കുന്ന ചർമ്മമുഴ, അതൊക്കെ ഒരു പരിധി വരെ പശുക്കൾ ചാവില്ല, കുട്ടികളൊക്കെ ചാവുള്ളൂ. പക്ഷേ ഇത് ഈ സാധനം കുരലടപ്പം വന്നാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. പോരാത്തന്നെ എയർ പാസിംഗ് ഇല്ലാത്ത തൊഴുത്ത്. ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊഴുത്തിൽ എയർ പാസിംഗ് ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പശുവിൻ്റെ ശ്വാസം അതിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് എക്സോസ് ഒന്നുമില്ല. എക്സോസ് മുകളിലുണ്ടെങ്കിൽ കൂടി ആ കാര്യമായിട്ട് കിട്ടില്ല. അതാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ഒരു കാരണം. അപ്പോൾ ഒരു പശുവിൻ്റെ വായിൽ നിന്ന് അടുത്ത പശുവിലേക്ക് അങ്ങനെയാണോ? കാരണം ഞാൻ നോക്കുമ്പോൾ അടുത്തടുത്ത പശുക്കൾക്കാണ് കൂടുതൽ വന്നത്. തൊട്ടടുത്ത് കെട്ടിയ പശുക്കളാണ് ആദ്യം ഇങ്ങനെ വന്നത്. അപ്പോൾ ഞങ്ങൾ പശുക്കളെ വേഗം മാറ്റി. ഈ പശുക്കളൊക്കെ അങ്ങ് പെട്ടെന്ന് പുറത്തേക്ക് മാറ്റി, പറമ്പിലൊക്കെ അഴിച്ചിട്ട് മാറ്റി. അല്ലെങ്കിൽ ഇതൊക്കെ പോകും. അഴിച്ചിട്ട് മാറ്റി ഇതെന്താണെന്ന് പിടുത്തം കിട്ടാണ്ടപ്പോൾ ഞങ്ങൾ പുറപ്പേ മാറ്റാന്ന് പറഞ്ഞിട്ടൊക്കെ ഇതിന് പുറത്തേക്ക് അഴിച്ചിട്ട് കുറേ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ കുറേശ്ശെ മാറ്റിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് അസുഖം എന്താണെന്ന് പിടുത്തം കിട്ടി. അപ്പോൾ പിന്നെ പുറത്തേക്ക് എല്ലാത്തിനും വാക്സിൻ ചെയ്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് വലിയ കുഴപ്പമില്ലാണ്ട് നിർത്തി. അതല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നഷ്ടമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിനാണ് ശരിക്കും ആശ്രയിക്കുന്നത്. ഗവൺമെന്റിന് വെച്ചാൽ നമ്മുടെ വെറ്റിനറി ഇപ്പം എൻ്റെ അനുഭവം, ഇപ്പോഴത്തെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, 45 വർഷം ഞാൻ നമ്മൾ വെറ്റിനറി എവിടെയാണോ നമ്മൾ ഫാം നടത്തുന്നത് അവിടുത്തെ വെറ്റിനറി സർജനായിട്ട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കണം. അവർ വരുമ്പോൾ എല്ലാ സംവിധാനവും വെറ്റിനറി നമുക്ക് തരുന്നുണ്ട്. നൈറ്റ് ഡോക്ടർമാരുണ്ട്. ഇപ്പം നൈറ്റ് വരുന്ന ഒരു ഡോക്ടർ ഹരി എന്ന് പറഞ്ഞൊരു ഡോക്ടർ പയ്യനാണ്, വളരെയധികം നമ്മളായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സന്തോഷ് ഡോക്ടർ. മറ്റേ വെറ്റിനറി സർജൻ കുറച്ച് ദൂരമാണ്, 24-25 കിലോമീറ്റർ ഉണ്ട്, മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. പക്ഷേ എങ്കിലും അദ്ദേഹം രാവിലെ വരുമ്പോൾ നമ്മൾ വിളിച്ച് അന്വേഷിക്കും, ഇന്ന് എന്താ ചെയ്ത്, ഇന്ന് ആൻറ്റിബയോട്ടിക് ആൾ വന്നിട്ട് എന്ത് ചെയ്തു, മറ്റേ ഡോക്ടർ എന്ത് ചെയ്യുന്നുള്ളൊക്കെ അന്വേഷിക്കും. അവരുടെ സഹകരണം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായില്ല. അപ്പം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. മെഡിസിൻ സാധാരണ ഇപ്പോൾ ഞാൻ 82,000 രൂപയുടെ മെഡിസിനോളം മേടിച്ചു.
മെഡിസിൻ. ഡോക്ടർമാർ ഇപ്പം എൻ്റെ കാശ് മേടിക്കുന്ന വെച്ചാൽ അത് 1 ലക്ഷത്തിൽ കവിഞ്ഞത്. ഡോക്ടർമാർ കാര്യമായിട്ട് കാശ് മേടിച്ചില്ല, കാരണം അവർക്ക് മനസ്സിന് പ്രയാസമായി പോയി ഇങ്ങനെ കണ്ടപ്പോൾ. പിന്നെ അവർക്കും ഇത് എന്താണെന്ന് അറിയണം എന്നുള്ള ഇപ്പോൾ ഞാൻ പറയില്ല, റിട്ടയർ ആയിട്ടുള്ള സന്തോഷ് ഡോക്ടർ, അദ്ദേഹം സുഖമില്ലാതിരിക്കുന്ന ഒരാള്, എന്നിട്ടും നമ്മളോട് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഇപ്പം ഇന്നലെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊക്കെ സഹകരണം ഉണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളും അനുസരിക്കാത്തതുകൊണ്ട് പറ്റിയ ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്, ഇപ്പോൾ ഒരുപാട് ഫാമുകാരുണ്ടാവും ഇതൊന്നും വാക്സിൻ എടുക്കാത്ത. ഇപ്പം നമ്മൾ യൂട്യൂബ് കാണുന്ന ഒരുപാട് ആളുണ്ടാവും. ഈ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രവാസികൾ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ വരും, അവർ സമ്പാദിച്ച 10-15 ലക്ഷം രൂപ ഉണ്ടെന്ന് ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള വലിയൊരു ഗ്രാഹ്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരടുത്തുള്ള വെറ്റിനറി സർജനായിട്ട് സംസാരിക്കുക, ഞാൻ അങ്ങനെ ഒരു ഫാം തുടങ്ങാൻ പോകുന്നുണ്ട്, എനിക്ക് എന്തെല്ലാം വാക്സിനായിട്ട് ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ ഈ സംഭവം ഇൻഷൂർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെപ്പോഴും പശുക്കൾ മേടിച്ച് ചിലപ്പോൾ 3-4 മാസം കറക്കും, പാല് കുറഞ്ഞാൽ വിൽക്കും. അപ്പോൾ ഈ ഇൻഷുറൻസ് നമുക്ക് അങ്ങോട്ട് ഒരു മുഴുവൻ ഇതായി പോവില്ല. പക്ഷേ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കണം. അതിപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വെറ്റിനറി സർജൻ പറഞ്ഞു ഒരെണ്ണത്തിന് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ 5000 രൂപയുടെ താഴെ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന ഒരു സാധാരണ കർഷകൻ ഈ 1 ലക്ഷം രൂപ ഒപ്പിച്ച്, കാരണം അവൻ്റെ ഒരു 10-50,000 ഉണ്ടാവും, ബാക്കി വല്ലവരും കടം മേടിച്ചിട്ട് ഈ 1 ലക്ഷം രൂപ ഒപ്പിക്കുന്നത്. അപ്പോൾ അവന് ഇൻഷുറൻസിലേക്ക് പോകണില്ല. പക്ഷെ അവന് ഇൻഷുറൻസ് ഒപ്പിച്ച് ഇൻഷുറൻസ് എടുത്ത് പശുവിനെ മേടിക്കുകയാണെങ്കിൽ അവന് ആ പൈസ നഷ്ടം വരുന്നില്ല. ചത്തന് ഫുള്ളായിട്ട് പൈസ കിട്ടും ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ. ഫുള്ളായിട്ട് കിട്ടും പറഞ്ഞു, ടോട്ടൽ ലോസ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ 8 ലക്ഷം രൂപ ഞാൻ പറയില്ല, 8-9 ലക്ഷം രൂപ നമുക്ക് വന്ന നഷ്ടം സത്യത്തിൽ വരില്ലായിരുന്നു. ആ ഇൻഷുറൻസ് എടുത്തില്ല. അപ്പം ഞാൻ എന്നിൽ പറ്റിയ വീഴ്ച മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ മനസ്സിലാക്കട്ടെ, പുതിയൊരു ഫാം വരുന്ന ആൾക്കാർ അവർക്ക് പറഞ്ഞുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല, ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്, ഞാൻ 45 വയസ്സും ഇതിൻ്റെ പിന്നിൽ തന്നെയാണ്. എന്നിട്ട് എനിക്ക് പറ്റിയ അപാകതകളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപാട് പ്രവാസികൾ നാട്ടിലുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണൂരിൽ നിന്നുള്ള ആൾ വിളിച്ച്, കണ്ണൂരിൽ ഒരു റിട്ടയർഡ് ജഡ്ജിന് 70-70 വയസ്സിൽ മേലായിട്ടുണ്ട്. ആൾക്ക് ഫാം തുടങ്ങണമെന്ന് മറ്റേ എന്നെ വിളിച്ചിട്ട് എനിക്ക് പോയി അങ്ങോട്ട് ചെല്ലേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ ആളെടുത്ത് പറഞ്ഞു, സാറേ നിങ്ങൾ ഈ നല്ല റിട്ടയർമെൻറ്റ് ജീവിതം ടെൻഷൻ അടിച്ച് ഇല്ലാതാക്കല്ലേ. അപ്പോൾ ആളുടെ ഇതിൽ ആൾക്ക് പറഞ്ഞു, എനിക്കതൊരു താല്പര്യമാണ് കാലത്ത് പശുക്കളെടുത്തില്ല. അത് ഒരുവിധം ഫാം തുടങ്ങുന്നുള്ള ആഗ്രഹക്കാരും ഇതായിട്ട് ഒരു വലിയ താല്പര്യത്തിന്റെ പുറത്താണ്. പിന്നെ ജീവിക്കാനുള്ളൊരു മാർഗം കൂടി. കാരണം ഒരു പ്രവാസി അവൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ ചുറ്റി തിരിഞ്ഞ് നടക്കണമെന്നല്ല, അവൻ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം എടുത്ത് ഒരു 3-5 പശുക്കളെ മേടിച്ച് അതൊരു തൊഴിൽ എന്ന് പറഞ്ഞ് നടക്കാന്നുള്ള ആഗ്രഹം. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ ഒരു ഫാം ആകുമ്പോൾ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം? അല്ല, പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും വാക്സിൻ എടുക്കുക, കംപ്ലീറ്റ് ഇൻഷൂർ ചെയ്യുക, ഷെഡ് ഉൾപ്പെടെ ഇൻഷൂർ ചെയ്യുക. ആ ഒരു ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി റിസ്ക് ഒഴിവായി. നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ് എവിടെയും പോകില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തുള്ള നമ്മളെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറായിട്ട് സംസാരിച്ചാൽ അതിന് വേണ്ടുന്ന ഹെൽപ്പുകൾ അവർ ചെയ്തു തരുന്നുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങൾ, കാരണം അദ്ദേഹം ഒപ്പിടാണ്ട് നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. നമ്മൾ ഏത് ബ്ലോക്കിലാണോ ഏത് പഞ്ചായത്തിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെറ്റിനറി സർജൻ ഒപ്പിടാതെ കണ്ട് നമുക്ക് ഇൻഷൂർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം ആ പശു ആരോഗ്യമാണ് ഈ പറഞ്ഞ എമൗണ്ടിന് ഇൻഷൂർ ചെയ്യുന്നതിനോട് തെറ്റിൽ വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയാലാണ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഇൻഷൂർ തരുള്ളൂ. ആ ഷെഡിന്റെ ഒരു കോസ്റ്റ് കണക്കാക്കി അതും ചെയ്യാൻ പറ്റും. അത് ഇൻഷുറൻസ് കമ്പനിക്കാരെ നേരിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ടൊരു ഫാം തുടങ്ങുന്ന ആള് പ്രധാനമായിട്ടും വേണ്ടത്, ഇപ്പൊ പുതിയൊരു ഫാം തുടങ്ങുന്നതിനെ കുറിച്ചല്ല ചോദിച്ചത്, അത് വിഷമില്ലാത്ത രീതിയിൽ, ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്ന സ്ഥലം, ഓടിപ്പോയിട്ട് നമ്മൾ കുറെ വീടുകളുടെ ഇടയിൽ പോയിട്ട് ഒരു സ്ഥലം എടുത്താൽ പിറ്റേ ദിവസം തൊട്ട് വീട്ടുകാരെ പരാതി വരും, ചാണകത്തിന്റെ മണം വരും, മൂത്രത്തിൽ. ആദ്യം അവർ പറയും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തുടങ്ങിക്കോളാം. 4 ദിവസം കഴിഞ്ഞ് കുട്ടികളെ മേൽ കൊതു കടിക്കുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതൊക്കെ, അപ്പോൾ അതൊരു വലിയ നഷ്ടത്തിലേക്ക് കലാശം. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത്, ഫസ്റ്റ് നമ്മൾ സ്ഥലം എടുക്കുന്നത് ഒരു പൊല്യൂഷൻ പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം കിട്ടാൻ നോക്കുക, ഏറ്റവും ബെസ്റ്റ് അത്. പിന്നെ നല്ല വെള്ളം പ്രധാന ഘടകമാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഷെഡ് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഷെഡ് നമുക്ക് വലിയ ആർഭാടുള്ളൊന്നും വേണ്ട, ജസ്റ്റ് ഇതേപോലത്തെ ഒരു ഷെഡ് മതി. പക്ഷെ അത് അതിന്റെ വേസ്റ്റേജ്, ഡ്രൈനേജ് കീപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാവണം. ഇവിടെ വാക്സിൻ പശുക്കൾക്ക് എടുത്തിട്ട് പാല് കുറഞ്ഞത് നിങ്ങളുടെ ഇപ്പൊ ഇവർക്ക് എല്ലാത്തിനും വാക്സിൻ എടുത്തിട്ടുണ്ട്. ഈ പശുക്കളിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വാക്സിൻ എടുത്തിട്ട് ഈ ഒരാഴ്ച ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഒരു ദിവസം ഇത്ര പാല് കിട്ടിക്കൊണ്ടിരുന്നിരുന്നല്ലോ, അതിലെത്ര കുറവാന്നുള്ള പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം 2 ദിവസം എനിക്ക് തോന്നുന്നു ഒരു 20 ലിറ്റർ പാലിൽ, ഈ കാണുന്ന പശുക്കളിൽ ഒരു 20 ലിറ്റർ പാലിൻ്റെ കുറവ് കാണിച്ചത് പെർ ഡേ 2 നേരം കൂടിയിട്ടാണ് കുറവ് കാണിച്ചത്.
പക്ഷെ ഇപ്പോൾ ഇന്നലെ മുതൽ അത് രണ്ടാമത് ഡെവലപ്പായി വന്നിട്ടുണ്ട്. സാധാരണ കിട്ടുന്ന പാലിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടെ ചെയ്തേക്കുന്നു. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ആ ഇതുകൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് കുറവ് കിട്ടിയിട്ടുണ്ടാവും ആൻറ്റിബയോട്ടിക്. അപ്പോൾ പാല് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ 2-4 ദിവസം പാല് കുറയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും. മൊത്തം കുറയുമ്പോൾ അതായത് ഒരു 50 പശുള്ള ഫാമിൽ 2 ലിറ്റർ പാല് വെച്ച് പറഞ്ഞാൽ എത്ര വ്യത്യാസം വന്നു? ആ ഒരു വ്യത്യാസം കാണിക്കും. അതാണ് ഫാമുകാർക്കുള്ള പേടി. അപ്പോൾ ഇതിനൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, അതിപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഈ വന്ന നഷ്ടം, ഇത്രയും പശുക്കൾ നഷ്ടപ്പെട്ടു, ഇതിനിപ്പോൾ ഡെവലപ്പാക്കി എടുക്കണമെങ്കിൽ എന്താണെന്നുള്ളതല്ല ചോദ്യം. അത് ഡെവലപ്പാക്കണമെങ്കിൽ അതിന് ഫിനാൻഷ്യലായിട്ട് നമുക്ക് കണ്ടെത്തണം. ആ നഷ്ടം നികത്താനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 8 ചത്തേക്ക് 16 മേടിക്കാനുള്ള ഒരു ഇത് നമ്മൾ കണ്ടെത്തണം. അതൊരു ബാധ്യതയാണ് നമുക്ക് വരുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ, പുതിയ ഫാമിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് അവരോട് ഒരു ഫാം തുടങ്ങി കുറേ പശുക്കളെ നിർത്തി പിറ്റേ ദിവസം തന്നെ തൊട്ട് നമുക്ക് സേവിങ് ബാങ്കിൽ 10,000 വെച്ചിടുക, 20,000 ആ ഒരു സങ്കല്പത്തിൽ നിങ്ങൾ വരണ്ട. ഈ പുതിയ ഫാം തുടങ്ങാൻ വരണ്ട. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് കഴിക്കുക, നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, സേവ് ചെയ്യുക എന്നുള്ളത് വളരെ ചുരുക്കം പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അന്നത്തെ ജീവിതം നമുക്ക് ഒരാളോട് മുന്നിൽ കൈ നീട്ടാണ്ട് ജീവിക്കാൻ കഴിയും. എപ്പോഴും ഞാൻ നേരത്തെ അതിൽ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ കയ്യിൽ 10 രൂപ പോക്കറ്റിലുണ്ടാവും. കാരണം അതിങ്ങനെ റോൾ ചെയ്ത് പോവും. അതിൽ കടങ്ങൾ വരാണ്ട് നോക്കേണ്ടത് ഓരോരുത്തരെ കഴിയുന്നത്. ആർഭാടമായിട്ട് കാണിച്ചിട്ട് പൈസ ചെലവ് ചെയ്ത് ആർഭാടമായിട്ട് കാണിച്ചിട്ട് ഫാമിൽ നഷ്ടം വന്നിട്ട് വരില്ല. ഫാം കൊണ്ട് ഒരാൾ വല്ലാണ്ട് അങ്ങോട്ട് നശിച്ച് ആളുകൾ പോകുന്നില്ല. ഇതിൽ പിന്നെ വരുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഫാം തുടങ്ങിയിട്ട് ഇവനും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു പണിക്കാരൻ ഇപ്പോൾ ഒരു ബംഗാളിനെ നമ്മൾ വെച്ചു, അവൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം അവൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറവൂരിൽ നിന്ന് 12 പശുക്കളെ മേടിച്ചിട്ടുണ്ടെന്ന്. അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാരൻ വീട്ടിൽ പോണ്, പിന്നെ അയാളെ കൊണ്ട് മാർഗ്ഗമില്ല, ആൾക്കും നോക്കാൻ പറ്റില്ല. അദ്ദേഹം കുറച്ച് അപ്പുറത്ത് ആലുവയിലാണ് താമസിക്കുന്നത്. ഇവിടെ വന്ന് നോക്കൽ എളുപ്പമല്ല. അദ്ദേഹം താല്പര്യമുള്ള ആൾ, ഈ ഫാമിനോട് താല്പര്യമുള്ള, പക്ഷെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. നമ്മളപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്നതിൽ ഒരു പണിക്കാരൻ നിർത്തിയിട്ട് ചിലപ്പോൾ അവനക്ക് നാളെ അവൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന് പോകണമെന്ന് പറഞ്ഞാൽ പോകണ്ടേ. അപ്പം അതിനുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതിന് മാർഗ്ഗങ്ങൾ നമ്മൾ തയ്യാറായിരിക്കണം. അതിന് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു 10 പശുവിനെ നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് അതിന് അറിയണം. എന്തെങ്കിലും ചെയ്യാനൊരു മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം. പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഷോക്കായി പോകും. ഈ 10 പശുവിനെ എത്രയോ ഫാമുകൾ നമ്മളോട് കൊടുക്കാനുണ്ട് മറ്റു വിളിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ അതിൻ്റെ കറന്നിട്ട് ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ കറക്കാൻ ആളെ കിട്ടാണ്ട് പണിക്കാരൻ ചിലപ്പോൾ മുതലാളി തല്ലൂടി പോയിട്ടുണ്ടാവും. എന്തെങ്കിലും പറയുമ്പോൾ അവൻ പറയും അവനക്കറിയാം മുതലാളിക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇയാളാകെ പെടും എന്നുള്ള അറിയാം. അപ്പോൾ അവൻ ചോദിക്കുന്ന കാശോ അല്ലെങ്കിൽ അവൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിലോ അവൻ ബാഗ് എടുത്ത് അവൻ പോകും. കുറെ നിൽക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവൻ പറയും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെള്ള ഷർട്ട് മുണ്ടും മാറി ഞാനിരിക്കും. അതെ. അപ്പൊ അത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അതിന് ശ്രമിക്കണം. നമ്മ പണിക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ നിന്ന് നമ്മളത് മനസ്സിലാക്കണം, പഠിക്കാൻ തയ്യാറാണ്. ഇതല്ലാണ്ട് ഫാം തുടങ്ങിയിട്ട് പറ്റി നമ്മളപ്പുറത്തൊരു കാറും കൊണ്ടുവന്നിട്ടിട്ട് അവൻ കറക്കണം നോക്കിയിരുന്നാൽ നടക്കില്ല. നമ്മൾ അവരോടൊപ്പം നിൽക്കണം. അപ്പൊ ഇത്രയും നേരം നമ്മൾ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. പോസിറ്റീവ് വശം ഉണ്ടല്ലോ, ഇതിൽ പോസിറ്റീവുകൾ ഒരുപാടാണ്, കുറച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനോടുള്ള താല്പര്യം. ഭൂരിഭാഗം ഫാം നടത്തുന്ന ആൾക്കാരും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരും ലാഭകരമാണ്. ഒരു നഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. നഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഒരു ക്ഷീര കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലേക്ക് പോണത്. അതല്ലാത്തതെന്ന് വെച്ചാൽ ശരിക്കും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ലാഭകരമായിട്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പം ഇന്ന് പാൽ വില കൂട്ടാൻ പോകണം, ഇപ്പോൾ 70 രൂപ ഇതാക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആഗ്രഹമാണ് ആൾക്കാരുടെ. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഗവൺമെന്റിൽ നിന്നുണ്ട്. പക്ഷെ ഇത് നമ്മളൊന്നും അത് മേടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. വെറ്റിനറി ഡോക്ടർ, പഞ്ചായത്ത് മെമ്പർ, ഗ്രാമസഭകൾ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടും. വെറ്റിനറിയിൽ തന്നെ ഒരുപാട് മെഡിസിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ചെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വിരഗുളിക പുറത്ത്, ഏറ്റവും സിമ്പിളായിട്ട് ഒരു വിരഗുളിക പുറത്ത് പോയി മേടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അതേസമയം നമ്മൾ വെറ്റിനറിയിൽ പോയിട്ട് 10 പശു ഉണ്ട്, എനിക്ക് വിരഗുളിക വേണമെന്ന് പറഞ്ഞാൽ 3000-ന്റെ 10 ഗുളിക അവരെടുത്ത് തന്നു. പൈസ ലാഭം. നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യും, അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിക്കും. അപ്പോൾ ഇങ്ങനെ വെറ്റിനറി ആയിട്ട് എപ്പോഴും നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുക, അവരായിട്ടുള്ള അവരുടെ ഉപദേശങ്ങൾ തേടുക. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വാക്സിനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ചെയ്യിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ വാക്സിൻ അടിക്കാണ്ട് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പറ്റും. ഇതേപോലത്തെ ഒരു കുളമ്പ് രോഗം, ചർമ്മമുഴ, അതൊക്കെ ഈ വാക്സിൻ തന്നെ വൃത്തിയുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് ഇതിനൊന്നും ഒരു മാർഗ്ഗമില്ല. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു തൊഴിലാണ് ക്ഷീര കർഷക മേഖല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
സുഖമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അത് വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതം സുഖമായിട്ട് കൊണ്ടുപോകാം, നല്ല ആസ്വദിച്ച് ചെയ്യുക. അതാണ് ഒരു പണി. ഇപ്പോൾ ഒരു ഓഫീസിൽ ജോലി കിട്ടി, അവൻ കാലത്ത് 10 മണിക്ക് കയറി 5 മണിക്ക് അങ്ങനെ ഇറങ്ങാനോ ചാടാനോ നോക്കുക കേട്ട്. അതന്നെ ഇതല്ല, ഇത് നമ്മൾക്ക് രാവിലെ 4 മണിക്ക് വന്നാലും വൈകുന്നേരം 7 മണിയായാലും 8 മണിയായാലും ഇതിൻ്റെ അടുത്ത് നിന്ന് മാറാൻ തോന്നൂല. അത് നമുക്കൊരു താല്പര്യപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ്. പിന്നെ അത്യാവശ്യം പൈസക്ക് വലിയ പ്രശ്നങ്ങൾ, വലിയൊരു ലാഭം പ്രതീക്ഷ ഒന്നും ഇതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് നടക്കില്ല. അത്യാവശ്യം ജീവിച്ചു പോകാൻ ഒരു മാർഗ്ഗം, അത്യാവശ്യം ജീവിച്ചു പോകും, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിച്ചു പോകും. അതാണ് എല്ലാവരും ഇതിൽ പിന്നിൽ ഇത്രയും 45 വർഷമായിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. അതുകൊണ്ടുള്ള കാരണം ഈ പശു മേഖലയിൽ വന്നിട്ടുള്ള ആരും പിന്മാറിപ്പോയിട്ടില്ല. വേറെ തൊഴിൽ പോയവർക്ക് വീണ്ടും ഇതിലേക്ക് വന്നേക്കും. വിഷമം വരുമ്പോൾ ഇട്ടോടി അതിന്റെ നേരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 8 പശു എത്തെങ്കിൽ 16 രൂപ മേടിക്കാൻ എന്റെ മനസ്സിലുള്ള ആഗ്രഹം. പ്രയത്നിക്കുക. 8 പശുത്തെ 16 രൂപ മേടിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മളത് അയ്യോ 8 ചത്തി ഇതും ചാവുമല്ലോ, ഇത് കൊടുത്ത് കാശ് മേടിച്ച് മിണ്ടാണ്ടിരിക്കാന്ന് വിചാരിക്കുകയല്ല. നമുക്ക് അതിനോട് താല്പര്യമുള്ളതുകൊണ്ടാണ് അത്. അപ്പോൾ ഈ പുതിയതായിട്ട് ഫാം തുടങ്ങുന്ന ആൾക്കാരായാലും ഉള്ള ആൾക്കാരായാലും ഉള്ളത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, വാക്സിനേഷൻ എടുക്കുക, ശ്രദ്ധിക്കുക. അതായത് പണിക്കാരെ ഏൽപ്പിച്ച് പോകുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല, നമ്മളെ ശ്രദ്ധ ഉണ്ടാവണം. ഇപ്പോൾ ഏറ്റവും ചുരുക്കം ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അഗടിവിക്ക സാധനങ്ങളൊക്കെ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. മറ്റേ നേരത്തെ വന്ന കുരലടുപ്പ് ഇതൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇത്രയും പശുക്കളുള്ളോ? അപ്പൊ ഇക്കയ്ക്ക് 40 എണ്ണം പറഞ്ഞിട്ട് ബാക്കി പശുക്കള് 40 അല്ല, ഇപ്പൊ ആ പ്രശ്നം നടക്കുമ്പോൾ 47 എണ്ണം ഉണ്ട്, കുട്ടികളടക്കം 47 എണ്ണം ഉണ്ട്. ഈ പ്രശ്നം കുറച്ച് പശുക്കളെ ഞാൻ മാറ്റി ഇപ്പുറത്ത് ഈ ഷെഡിലുണ്ടായിരുന്നു. ഈ പശുക്കളൊക്കെ ഞാൻ മാറ്റി വിടുന്നു. കാരണം ഇത് ഇനി സ്പ്രെഡായിട്ട് അതിനെയും കൂടി പിടികൊണ്ടാന്നുള്ള നിലക്ക് ഇത് വേറെ കൂട്ടത്തിലുള്ള ഒരു ഫാമിൽ കൊണ്ടുവന്നിടാൻ പറ്റില്ല. ഒഴിഞ്ഞ സ്ഥലത്ത് മാറ്റി നിർത്താനേ പറ്റുള്ളൂ, അതിൽ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെ കുറച്ച് നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. പിന്നെ തീരെ പാല് കുറവുള്ളതിനെ ഞാൻ വിറ്റ് വേഗം വിറ്റൊഴിവാക്കി തീരെ പാല്. കാരണം ഇതൊരെണ്ണം ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വേണമെന്ന് അറിയാം. ഒരെണ്ണം ചത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പശുവിൻ്റെ വില മാത്രമല്ല, അതിനെ സംസ്കരിക്കണമെങ്കിലും മറ്റുള്ളതും നല്ലൊരു ഭീമമായിട്ടുള്ള ചിലവ് വരുന്നുണ്ട്. 4000 രൂപ അതിന് ചിലവ് വരുന്നുണ്ട് നമുക്ക്. JCB വെച്ച് കുഴിച്ച്, പിന്നെ അത് കുഴിച്ചിടാൻ സ്ഥലം ഉണ്ടാവണം. അതൊക്കെ ഇല്ലാത്തവനെ ആകെ ബുദ്ധിമുട്ടിലായി പോകും. കൊടുത്ത് അതായത് ഇങ്ങനെ ചാവല് തുടർച്ചയായിട്ട് കണ്ടപ്പോൾ ഉടനെ ഞങ്ങൾ കുറച്ച് പശുക്കളെ മാറ്റി. ഈ നിൽക്കുന്ന പശുക്കളൊക്കെ അപ്പുറത്തെ പറമ്പിലേക്ക് ഞങ്ങൾ കൊണ്ട് കെട്ടി, ഇല്ലാത്ത തന്നെ. പിന്നെ നമുക്കൊരുവിധം ഇത് സമാധാനം ഇന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറ്റിയേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയേക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എയർ പാസിംഗ് ഉണ്ട്. എയർ പാസിംഗ് ഇല്ലാത്ത തൊഴുത്തിലാവുമ്പോൾ ഇത് പെട്ടെന്ന് പടരുന്നുള്ള എനിക്കൊരു തോന്നൽ വന്നു. ഡോക്ടർമാരുടെ അഭിപ്രായം ഇതിനാണ്. തൊഴുത്തിൽ 2 പാസേജ് 2 തൊഴുത്ത് പാസേജ് ഇല്ല. അവിടെ കാണാം, ആ തൊഴുത്ത് കാണാം. ഇത് ഭയങ്കര ശൂന്യത. ഇവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ടായിരുന്നു. ഈ സൈഡ് നല്ല, ഈ 2 സൈഡും ഫുള്ളായിട്ട് പശുക്കളുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നതാണ്. അത് ചെറിയ പശുക്കളല്ല, ഒക്കെ 1-ന്റെ 2-ന്റെ 1, 1.5, 1.25 വിലയുള്ള പശുക്കളായിരുന്നു ഭൂരിഭാഗം ഉണ്ടായിരുന്നു. ഇതിൽ ഹൈബ്രിഡ് പശുക്കളായിരുന്നു ഇപ്പുറത്തുണ്ടായിരുന്നു, നല്ല പശുക്കളായിരുന്നു. അതില് സങ്കടം ഒരു 13 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശു ഉണ്ടായിരുന്നു, നല്ല പശു ആയിരുന്നു. അത് ഒരു 1.30 വില വരുമായിരുന്നു. അത് നല്ല പശുവായിരുന്നു. പശുക്കളൊക്കെ പോയതൊക്കെ നല്ല, ഞാൻ നല്ല പശുക്കളെ മേടിക്കാം. സാധാരണ ചെറിയ ഞങ്ങൾ ഇതിന് മുന്നേ ഇക്കടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ വീഡിയോ ലിങ്ക് ഞങ്ങൾ ഇടാം. അപ്പൊ ഒരു ഫാം ഈ നിലക്കാവാൻ അധിക സമയം വേണ്ട, ചുരുങ്ങിയ സമയം മതി. നമ്മൾ അഹങ്കരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അല്ലെങ്കിലല്ലെന്ന് തോന്നും, പക്ഷെ പെട്ടെന്നായി പോകും നമ്മളത് പിടികൂടുക. പക്ഷേ അതിനാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്സിൻ കാര്യങ്ങൾ, ഇൻഷുറൻസ്, ആ മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതല്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്രയും ഇതുണ്ട്, 40 കൊല്ലം 45 കൊല്ലമായി നമ്മൾ ഇതിൻ്റെ പിന്നിൽ. ഒരു പശുവിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ നമുക്കറിയാം എന്താണ് അതിൻ്റെ അസുഖം എന്നുള്ളത്. ഏകദേശം നമുക്ക് നമ്മൾ അനുഭവത്തിൽ നിന്ന്, പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം. അല്ലാണ്ട് നമ്മൾ പഠിച്ചതല്ല, അതൊന്നും കോളേജിൽ പോയി പഠിച്ചതല്ല. നമ്മളതായിട്ട് പിന്നിൽ നടന്ന കാരണം നമുക്കറിയാം. പശു വയറ് വന്ന് വീർത്താൽ, അതല്ലെങ്കിൽ ചാണ അഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അകടിയിൽ നീര് വന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് നോക്കിയാലൊക്കെ അതിൻ്റെ പ്രാഥമികമായിട്ട് നമുക്ക് ഇന്നതായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതെന്താണ് ലക്ഷണം എന്നുള്ളത് നമുക്ക് ഒരു പിടുത്തം കിട്ടും. കാരണം ഞാനിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ നിൽക്കുന്ന പശു ഫസ്റ്റ് വീണത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഈ പശു വീണ്. ഇതിൻ്റെ ഇടയിൽ വീണാലുള്ള ബുദ്ധിമുട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ, എളുപ്പമല്ല. അപ്പോൾ ഈ തൊഴുത്തിനിപ്പോൾ രണ്ടാമത് നമ്മൾ അല്ല, ഈ തൊഴുത്ത് ഇവിടെ ഈ തൊഴുത്തിനൊരു പ്രശ്നമുണ്ട്. കാരണം കണ്ടില്ല, 2 സൈഡിലും എയർ പാസിങ് കുറവാണ് ഇവര്. അപ്പൊ ഇവരുടെ ഇത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കും. മോളിൽ എക്സോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി തൊഴുത്തുണ്ടാക്കുന്നവർ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഈ കണ്ട നിലക്കും എയർ പാസിങ് നിർബന്ധമായിട്ട് തൊഴുത്തിന് വേണം. 2 സൈഡും നല്ല എയർ പാസിങ് വേണം. കാരണം ഇവറ്റിങ്ങളുടെ ഈ ശ്വാസം ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കരുത്.
ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം 10-30 പശുക്കൾ ഒരേ ലൈനിൽ നിൽക്കുമ്പോൾ ഇവരുടെ യൂറിൻ്റെ ആയാലും ചാണത്തിൻ്റെ ആയാലും അവർ ശ്വസിക്കുന്ന ആ വിടുന്ന ശ്വാസമായാലും ഇതൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുകയല്ലേ ഇതിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കണ്. ഇത് പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനമാണ്. പുറത്തേക്ക് പോകുന്ന വെച്ചാൽ എയർ പാസിങ് ഉണ്ടാവുക, തൊഴുത്ത് ഇതായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു, ഇപ്പുറത്ത് ഇതുപോലെ. അപ്പോൾ ഈ എയർ പോണില്ല ഇത് മുഴുവനായി. പിന്നെ വലിയ എക്സോസ്, ഫാം എക്സോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതൊക്കെ വെച്ച് കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പുതിയ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ തൊഴുത്തുമ്മൽ അധികം കാശ് ചെയ്യാണ്ട്, അതായത് വലിയ ആർഭാടമായിട്ട് ചെയ്യാണ്ട് അടിയൊക്കെ വൃത്തിയാക്കിയിട്ട് അവർക്ക് ഓട്ടോമാറ്റിക് കുടിക്കാനുള്ള സംവിധാനം ഇതൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് എയർ പാസിംഗ് രീതിയിൽ ഓല വെച്ച് കെട്ടിയാലും അത് നല്ല എയർ പാസിംഗ് ഉള്ള രീതിയിൽ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ ഓല വെച്ച് കെട്ടി അതിൻ്റെ മേലെ ഷീറ്റ് ഇട്ടാലും ഏറ്റവും നന്നാവും. കാരണം ഈ ഷീറ്റിൻ്റെ ചൂട് ഇവർക്ക് താങ്ങില്ല. അടിയിൽ നിന്ന് ചൂട്, മുകളിൽ നിന്ന് ചൂടാ. പിന്നെ ഈ 30-40 ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ചൂട് വേറെ. നമ്മൾ എത്ര മിസ്റ്റ് വെച്ചാലും സ്പ്രിംഗ്ലർ വെച്ചാലും അത് ഒരു പരിധി വരെ നിൽക്കുള്ളൂ. ആ ഉള്ളിലുള്ള ഇത് പോകില്ല, ആവി പോകില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് ഇത് ഡോക്ടർ പറഞ്ഞേക്കണ വിമുക്തമാക്കണം എന്ന്. അത് ചെയ്തതിന് ശേഷമേ പശുക്കളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അപ്പോൾ ഇന്ന് പശുക്കൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ എത്ര വാങ്ങാൻ പോകുന്നുണ്ട്? ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ 8 ചത്തപ്പോൾ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം 16 മേടിക്കുന്നത്. കാശുണ്ടായിട്ടല്ല, അല്ല ഒരു യൂട്യൂബ് കാണുന്ന ഒരാൾ വിചാരിക്കും ഇവരൊരു സാമ്പത്തികമായിട്ടുണ്ടാവും. ഇല്ല, സാധാരണക്കാരാണ് ഞങ്ങൾ. പക്ഷെ എങ്ങനെയെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു 8 മേടിച്ച് ഫസ്റ്റ് മേടിച്ചിട്ട് അടുത്ത 8 മേടിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ നിൽക്കണം. അടുത്ത ദിവസം ഞങ്ങൾ തമിഴ്നാട് തന്നെ പോകണത് പശുക്കൾ മേടിക്കണം. ഞാൻ ഇപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചു, ഇന്ന് രാവിലെ ഞാൻ ഡോക്ടറായിട്ട് ജെറി സാറായിട്ട് സംസാരിച്ചപ്പോൾ ജെറി സാറ് പറഞ്ഞത് പശുവിനെ കൊണ്ടുവരുമ്പോൾ അറിയിക്കുക, ആൾ വരും, വന്നിട്ട് നമുക്ക് ബ്ലഡ് കൊടുക്കണം, ബ്ലഡ് കൊടുത്തിട്ട് വാക്സിൻ അടുപ്പിക്കണം. പിന്നെ 12 ദിവസം കഴിഞ്ഞാലാണ് ഈ എന്താ പറയുക കുരലടപ്പൻ്റെ വാക്സിൻ കൊടുത്തതിൻ്റെ റിസൾട്ട് ആവുള്ളൂ. അതിന് ശേഷമേ ഇവിടേക്ക് പശുവിനെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് നിർബന്ധം ആൾ പറഞ്ഞിട്ടുണ്ട്. ഈ 12 ദിവസം കഴിഞ്ഞിട്ടും ഒരു 15 ദിവസം കൂടി 15 ദിവസം മൊത്തത്തിൽ കാത്തിട്ട് വേറെ ഒന്നിനും പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഇവിടെയാണ് യുക്തമായിട്ട് അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പുതിയ പശുക്കളെ കയറ്റുന്നതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് എല്ലാം ഒന്നുകൂടി ബ്ലഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനി പഴയ രീതിയിൽ ഇതുപോലെ നിറയെ പശുക്കളെ അടുത്തൊരു യൂട്യൂബ് കൂടി ചെയ്യണം അല്ലേ മോനെ? അല്ല ഞാൻ വിളിച്ചതാണ് ഇവരെ. കാരണം ഇവരൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് വന്നതൊക്കെ എൻ്റെ മൊബൈലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോട് ചോദിച്ചതും അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വിളിക്കുക, നമ്മളിതൊരു വിശ്വാസം തോന്നിയോണ്ട് നമ്മളെ വിളിക്കും. പലരും അത് കമന്റിലും വന്നിട്ടുണ്ട് അല്ലേ ഈ വീഡിയോ. അപ്പോൾ നമ്മളത് വലിയൊരു ആളായിട്ട് മറ്റുള്ളതൊന്നല്ല, നമ്മളിൽ എന്തെങ്കിലും ഒരു ഗുണം അവർ കണ്ടിട്ടുണ്ടാവും നമ്മൾ വിളിക്കുന്നത്. പലരും വിളിച്ചു ഫാം തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കൊല്ലം മറ്റേ കണ്ണൂരിൽ നിന്ന് വിളിച്ച ജഡ്ജ്, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഒരു സുനിത മേഡം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടുണ്ടായി, അവർ ഇവിടെ ഫാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ യൂട്യൂബ് ഇത് കണ്ടു വന്നതെന്ന്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു, ഇല്ല നെഗറ്റീവ് നമ്മൾ അവരെ അറിയിച്ചിട്ടില്ല. നെഗറ്റീവും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങാൻ. നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന സ്ഥലം, അതുപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ്, അതുപോലെ തന്നെ വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട്, ക്ഷീരമേഖലയായിട്ട് ബന്ധപ്പെട്ട്, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അവിടുത്തെ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാനുള്ള ഇൻഷുറൻസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് ആദ്യം അല്ലാണ്ട് എടുത്ത് ചാടി ഇത് ചെയ്താൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ പോയ വഴി കാണില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് കയർ മാത്രം ബാക്കിയാവും, അത് വലിയൊരു അവസ്ഥയിലേക്ക് പോകും. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങണ്ടെന്ന് ഞാൻ പറയില്ല. നല്ല രീതിയിൽ നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ചെയ്യാവുന്ന വേറൊരാളെ കീഴിൽ പോയി നിൽക്കുന്നതിലും നല്ലത് നമുക്കിത് ചെയ്ത് ഡെവലപ്പാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം, അല്ലാണ്ട് വേറൊരാൾ ചെയ്യില്ല. അതെ. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അഷ്റഫിക്കയുടെ പശു ഫാമിലെ വിശേഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലുണ്ടായ നഷ്ടം എങ്ങനെയാണ് തരണം ചെയ്യാൻ നമ്മളിന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.